അധികം വോട്ടിന്റെ ലീഡ് 3 റൗണ്ടുകൾ എണ്ണുമ്പോൾ CKക്ക് ഇല്ലെങ്കിൽ CKക്ക് പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും നന്നായി വിയർക്കേണ്ടി വരും. ബിജെപിക്ക് ആദ്യ റൗണ്ടിൽ ലീഡ് കിട്ടി. രണ്ടാം റൗണ്ടിൽ UDF ലീഡ് കിട്ടി. 252 വോട്ടിന്റെ ലീഡ്. അതെ. EVM രണ്ടാം റൗണ്ട് പൂർത്തിയായപ്പോൾ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 3781 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഓർമ്മിക്കണം, 3781. ദേശമംഗലം എണ്ണിക്കഴിഞ്ഞു, വരവൂർ എണ്ണിക്കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് ഒന്ന് പോകണം. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് അനുസരിച്ച് നിലവിൽ 1057 വോട്ടുകളുടെ ലീഡ് C കൃഷ്ണകുമാർ. ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നത് 1 റൗണ്ട് കംപ്ലീറ്റ് എന്നാണ്. 1057 ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോഴുള്ള ലീഡാണ് ഇലക്ഷൻ കമ്മീഷൻ. രണ്ടാമത്തെ റൗണ്ട് വന്നു കഴിഞ്ഞു. നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് 2066 വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു സന്തോഷകരമായ കാര്യം, യൂട്യൂബിൽ 2,26,000 വ്യൂവേഴ്സുമായി നമ്മളുടെ റിപ്പോർട്ടർ TV ബഹുദൂരം മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടരുക. ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കണക്കാക്കണ്ട, അതിനെയും കൂടും. അപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് തീർച്ചയായിട്ടും. അപ്പോൾ നോക്കൂ, ചേലക്കരയിൽ UR പ്രദീപിന്റെ ലീഡ് നില ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ സ്ക്രീനിലേക്ക് ഉറ്റു നോക്കൂ. 3781. സ്മൃതി എഴുതിയിരിക്കുന്നത് 381 എന്നല്ല, 3781. ചേലക്കരയിൽ ഞാൻ ഇനി ബൂത്ത് തിരിച്ചുള്ള കണക്കൊന്ന് പറഞ്ഞോട്ടെ. ഒന്നാമത്തെ റൗണ്ടിലെ പറയണ്ട, ബൂത്ത് തിരിച്ച് കേക്കട്ടെ. ഒന്നാമത്തെ 2016 അപേക്ഷിച്ച് 400 വോട്ട് കുറവാണോ? അല്ല, 2016 അപേക്ഷിച്ച് 400 വോട്ട് കുറവല്ലേ ചേലക്കരയില്? അല്ല, പക്ഷേ 2024 അപേക്ഷിച്ച് 1000 വോട്ട് കൂടുതലാണ്. അങ്ങനെയാണല്ലേ? ചേലക്കരയിൽ വരവൂർ ദേശമംഗലം പഞ്ചായത്തുകൾ പൂർത്തിയായി കഴിഞ്ഞു. അതെ.